ഹലോ, നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ. അധികൃതരുടെ ശ്രദ്ധ പതിയേണ്ട, നാട്ടുകാർക്ക് നീതി ലഭിക്കേണ്ട വിവിധ വിഷയങ്ങളുമായി പതിവ് പോലെ തുടങ്ങാം. പൊതുജനം കഴുതില്ല സാർ. സ്വാഗതം. പൊതുജനം കഴുതയല്ല സാർ. ഒരുപാട് വിഷയങ്ങൾ ഇന്നും പങ്കുവെക്കാനുണ്ട്. നമ്മൾ ആദ്യം പോകുന്നത് കാസർഗോഡിലേക്കാണ്. കാസർഗോഡ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലേക്കാണ് ആദ്യ യാത്ര. മെഡിക്കൽ കോളേജിനോട് അനുബന്ധമായി പ്രവർത്തനം ആരംഭിച്ച സ്ഥാപനത്തിൽ പ്രവേശനം നേടി പ്രതീക്ഷയോടെ എത്തിയ വിദ്യാർത്ഥികൾ ഇന്നേറെ പ്രയാസത്തിലാണ്. ക്ലാസ് റൂം പഠനത്തിനപ്പുറം ഹോസ്റ്റൽ എന്ന അടിസ്ഥാന ആവശ്യം പോലും ഇനിയും അവിടെ പരിഗണിച്ചിട്ടില്ല. താമസത്തിനും മറ്റുമായി ചെലവേറെ വരുമ്പോൾ വിദ്യാർത്ഥികൾ ഇവിടെ സമരമുഖത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. കാസർഗോഡ് നിന്ന് പ്രദീപ് നാരായണൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. ഔദാര്യമല്ല, അവകാശം. സ്വന്തമായി കെട്ടിടമില്ല. എനിക്ക് പിന്നിൽ കാണുന്ന കാസർഗോഡ് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിന്റെ അഡ്മിനിസ്ട്രേറ്റീവ് ബ്ലോക്കിലെ 1-ാം നിലയിലാണ് ഗവൺമെന്റ് നഴ്സിംഗ് കോളേജിലെ 3 ബാച്ച് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്നത്. പഠനാന്തരീക്ഷത്തെക്കുറിച്ച് വിദ്യാർത്ഥികൾക്ക് എതിരഭിപ്രായമില്ലെങ്കിലും അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത അവരുടെ ജീവിതം ദുരിതപൂർണ്ണമാക്കുന്നു. സ്വന്തം കെട്ടിടവും ഹോസ്റ്റൽ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളും ഉടനൊരുക്കും. 3 വർഷം മുൻപ് ഉക്കിനടുക്കയിലെ ഗവൺമെന്റ് നഴ്സിംഗ് കോളേജ് മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുമ്പോൾ അധികൃതർ പ്രവേശനം നേടിയ വിദ്യാർത്ഥികൾക്ക് കൊടുത്ത ഉറപ്പാണിത്. ഇന്നിപ്പോൾ 3 ബാച്ചുകളിലായി 179 വിദ്യാർത്ഥികൾ പഠിക്കുന്ന സ്ഥാപനത്തിൽ ക്ലാസും ലാബും ഉൾപ്പെടെ പ്രവർത്തിക്കുന്നത് മെഡിക്കൽ കോളേജിന്റെ സൗകര്യത്തിൽ. 10 കുട്ടികൾക്ക് 1 എന്ന വീതം അധ്യാപകർ വേണ്ടിടത്ത് ആകെയുള്ളത് പ്രിൻസിപ്പാൾ അടക്കം 5 പേർ. ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ കിടത്തി ചികിത്സാ സൗകര്യമില്ലാത്തതിനാൽ പ്രായോഗിക പരിശീലനം അങ്ങ് ദൂരെ കാസർഗോഡ് ജനറൽ ആശുപത്രിയിലാണ്. ഇതൊക്കെയും സഹിക്കാമെങ്കിലും താമസിക്കാൻ സ്വന്തമായി തന്നെ ഇടം കണ്ടെത്തേണ്ട ഗതികേടിലാണ് വിദ്യാർത്ഥികൾ. സർക്കാർ കോളേജിൽ ഹോസ്റ്റൽ ഉൾപ്പെടെ വേണമെന്നിരിക്കെ അതിന്റെ നിർമ്മാണം പോലും ആരംഭിച്ചിട്ടില്ല. ഇനിയിപ്പോൾ ഈ ഗ്രാന്റ് ആനുകൂല്യം ലഭിച്ചാലും ക്യാമ്പസിന് പുറത്ത് മുറികൾക്ക് നൽകുന്ന വാടക തുകയുടെ പകുതി പോലും ആകുകയുമില്ല. ഗവൺമെന്റ് കോളേജിൽ പഠിക്കുന്ന ഒരു സ്റ്റുഡൻസിന് മാസ വാടക 250 രൂപ മുതൽ 300 രൂപ വരെ മാത്രമാണ് വരുന്നത്. പക്ഷേ ഇവിടെ നിൽക്കുന്ന കുട്ടികളാണെങ്കിൽ 6000 മുതൽ 10000 രൂപ വരെയാണ് വാടകയിൽ കൊടുക്കുന്നത്. അതുകൂടാതെ ക്ലിനിക്കൽ ആവശ്യങ്ങൾക്കായി കോഴിക്കോട് പോകുന്ന സമയത്തും നമ്മൾ മെഡിക്കൽ കോളേജിൻ്റെ പരിസരത്തുള്ള റൂംസ് വാടകയ്ക്ക് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു കുട്ടിയുടെ കയ്യിൽ നിന്ന് എടുക്കുന്ന വാടക തുക 5000 രൂപയാണ്. അപ്പോഴും ഇവിടുത്തെ റൂമിൻ്റെ ലഭ്യത കുറവ് കാരണം നമുക്ക് ഇവിടെയും അവിടെയും തുക അതേ മാസം തന്നെ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. നിലവിൽ നഴ്സിംഗ് കോളേജ് സ്ഥിതി ചെയ്യുന്ന ഉക്കിനടുക്കയിലെയും തൊട്ടടുത്ത പെർളയിലെയും വാടക ക്വാർട്ടേഴ്സുകളിലാണ് വിദ്യാർത്ഥികൾ താമസിക്കുന്നത്. പുതിയ ബാച്ച് വിദ്യാർത്ഥികൾ എത്തിയാൽ അടുത്തെവിടെയും ഇനി ക്വാർട്ടേഴ്സുകളും ഒഴിവില്ല. അങ്ങനെ വരുമ്പോൾ ദൂരസ്ഥലങ്ങളിലേക്ക് താമസം തേടി പോകേണ്ടിയും വരും. ടെമ്പററി എന്നുള്ള രീതിയിൽ നമുക്ക് ആ ഹോസ്റ്റൽ വേണമെന്നാണ് നമ്മൾ ഈ ഒരു സൂചനാ സമരമായിട്ട് മുന്നോട്ട് വെച്ചത്. പക്ഷേ അധികൃതരുടെ ഭാഗത്തു നിന്ന് നമുക്ക് ഒരു മറുപടിയും, നമ്മൾ ആദ്യം ലെറ്റർ കൊടുത്തു, സൂചനാ സമരം പോകുമെന്ന് പറഞ്ഞ് ലെറ്റർ കൊടുത്തു. ആ സൂചനാ സമരം അതിനൊരു മറുപടി നമുക്ക് ലഭിച്ചിട്ടില്ല. ഇപ്പോൾ സൂചനാ സമരം നമ്മൾ മുന്നോട്ട് വെച്ചു, അതിന് നമുക്കൊരു മറുപടി ഇതുവരെ ലഭിച്ചിട്ടില്ല. അപ്പം അതാണ് നമ്മൾ കഴിഞ്ഞ 4-ാം തീയതി നമ്മൾ ഇവിടെ സൂചനാ സമരമായിട്ട് കൂടിയത്. ഇനി ഇതിന് നമുക്ക് മറുപടി ലഭിച്ചില്ലെങ്കിൽ ഇനി മുന്നോട്ടുള്ള കാര്യങ്ങളായി അനിശ്ചിതകാല സമരത്തിലേക്ക് നമ്മൾ പോകുവാനായിട്ട് ഒരുങ്ങുകയാണ്. 6000 മുതൽ 10000 വരെയാണ് ക്വാർട്ടേഴ്സുകൾക്ക് വാടകയുള്ളത്. വാടക ഇനത്തിൽ മാത്രം വലിയൊരു തുക ഇതിനകം ചെലവായി. അതേസമയം മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടം പണി പൂർത്തീകരിച്ചിട്ടുണ്ട്. മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി അത് തുറന്നു നൽകുമ്പോൾ തങ്ങളുടെ താമസകാര്യം കൂടി പരിഗണിക്കണമെന്നാവശ്യപ്പെടുകയാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾ. മഞ്ചേരി മെഡിക്കൽ കോളേജ് ഉൾപ്പെടെ നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് ഇങ്ങനെ സൗകര്യം ഒരുക്കിയതും അവർ ചൂണ്ടിക്കാട്ടുന്നു. നഴ്സിംഗ് കോളേജ് തുടങ്ങി 3 വർഷം കഴിഞ്ഞിട്ടാണ് MBBS ഇവിടെ ആരംഭിക്കുന്നത്. കുട്ടികൾ വന്ന് 1 വർഷം ആകുന്നതിന് മുമ്പ് തന്നെ അവർക്ക് വേണ്ട ഹോസ്റ്റൽ ഇവിടെ തുറക്കാൻ തന്നെ പോവുകയാണ്. ഞങ്ങൾ ചോദിക്കുമ്പോൾ പറയുന്നത് പുതിയതായിട്ടൊരു കോളേജ് ആരംഭിക്കുമ്പോൾ അതിൻ്റെതായ ലിമിറ്റേഷൻസ് ഉണ്ട്, അപ്പം നിങ്ങളൊന്ന് സാക്രിഫൈസ് ചെയ്യേണ്ടി വരും. പക്ഷേ എന്തുകൊണ്ടാണ് നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് മാത്രം അങ്ങനെ ഒരു സാക്രിഫൈസ് ചെയ്യേണ്ടതായിട്ട് വരുന്നത്? പെൺകുട്ടികൾ ഉൾപ്പെടെ താമസിക്കുന്ന അന്തർ സംസ്ഥാന പാതയ്ക്ക് സമീപം സുരക്ഷാ പ്രശ്നങ്ങളും അവർ ഉന്നയിക്കുന്നുണ്ട്. മെഡിക്കൽ കോളേജ് പരിസര പ്രദേശങ്ങളിൽ പാമ്പുശല്യവും കൂടുതലാണ്. ഭക്ഷണം വാങ്ങാൻ പുറത്തു പോകുമ്പോൾ ചില വിദ്യാർത്ഥികൾക്ക് പാമ്പുകടിയേറ്റ സംഭവങ്ങളും ഉണ്ടായതായി അവർ പറയുന്നു. ഹോസ്റ്റൽ എന്ന ആവശ്യമുയർത്തി ഇതിനകം സൂചനാ സമരം നടത്തിയിട്ടുണ്ട്. അനുകൂല നടപടിയില്ലെങ്കിൽ അനിശ്ചിതകാല സമരത്തിലേക്ക് പോകുവാനാണ് തീരുമാനം. സ്വസ്ഥമായി പഠിക്കാൻ മതിയായ സൗകര്യങ്ങളാണ് ഈ വിദ്യാർത്ഥികൾ ആവശ്യപ്പെടുന്നത്. 10000 വാടക നൽകി ക്വാർട്ടേഴ്സുകളിൽ താമസിച്ച് എത്ര കാലം പഠിക്കാൻ പറ്റും? സ്വന്തമായൊരു ഹോസ്റ്റൽ കെട്ടിടമെന്ന വിദ്യാർത്ഥികളുടെ ആവശ്യത്തിനാണ് അധികൃതർ പ്രഥമ പരിഗണന നൽകേണ്ടത്. ക്യാമറമാൻ വിനോദ് മേലിലക്കൊപ്പം പ്രദീപ് നാരായണൻ, 24 കാസർഗോഡ്. പൊതുജനം കഴുതയല്ല സാർ.
നമ്മുടെ പ്രേക്ഷകരെല്ലാം കമന്റ് ബോക്സിൽ അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഇത് ഏറ്റവും ഒടുവിൽ വന്നൊരു കമന്റ് രവികുമാർ PB ആണ്, നമ്മുടെ സ്ഥിരം പ്രേക്ഷകരിൽ ഒരാളാണ്. പണ്ട് മഹാരാജാസ് കോളേജ് ഹോസ്റ്റലിൽ ഇതേ പ്രശ്നമുണ്ടായിരുന്നു, ഇപ്പോഴത്തെ അവസ്ഥ അറിയില്ല, മിക്ക ഹോസ്റ്റലുകളിലും ഇതേ അവസ്ഥയുണ്ട് എന്ന് പറയുന്നു. സർക്കാർ ഹോസ്റ്റലുകൾ അല്ലെങ്കിൽ സർക്കാർ കോളേജുകളുടെ അനുബന്ധമായ ഹോസ്റ്റൽ സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളാണ് ഓരോരുത്തരും പറയുന്നത്. പണ്ട് കാലത്തുണ്ടായ പ്രശ്നങ്ങളും പറയുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, എല്ലായിടത്തും അതേ സ്ഥിതിയാണെന്ന് പറയാൻ കഴിയില്ല. എങ്കിൽ കൂടി ഇത്തരം പ്രശ്നങ്ങളുള്ള പല കോളേജുകളും ഉണ്ട് സർക്കാർ സംവിധാനത്തിൽ എന്നുള്ളതാണ് ഒരു വസ്തുത. അതോടൊപ്പം തന്നെ മറ്റൊരു അഭിപ്രായം പറയുന്നു മോഹനൻ, ഏത് സർക്കാർ വന്നാലും സമരത്തിൽ കൂടി മാത്രമേ അവകാശം നേടിയെടുക്കാൻ പറ്റൂ എന്ന സ്ഥിതി ആയിരിക്കുകയാണ് എന്നൊരു കാര്യം പറയുന്നുണ്ട് മോഹൻ. അങ്ങനെ ഒരുപാട് പ്രേക്ഷകർ അവരുടെ കമന്റുകൾ നിറയ്ക്കുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. ഞാൻ അതിലേക്കൊക്കെ വരാം. അതിനു മുമ്പ് അടുത്ത റിപ്പോർട്ട് കൂടി കാണാം. കഴിഞ്ഞ 5 വർഷമായി പണിതിട്ടും പണി തീരാത്ത ഒരു പാലമുണ്ട് കോഴിക്കോട്. പൂളക്കടവ് പാലമാണ് പണി തീരാതെ നാട്ടുകാർക്ക് പണി കൊടുക്കുന്നത്. പറമ്പിൽ ബസാറിൽ നിന്ന് വെള്ളിമാടുകുന്ന് കോവൂർ ബൈപ്പാസ് റോഡിലേക്കാണ് ഈ പാലത്തിന്റെ അപ്രോച്ച് റോഡ് ചേരുന്നത്. ആ പാലം പൂർത്തിയായാൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്ക് വളരെ പെട്ടെന്ന് നാട്ടുകാർക്ക് എത്തിച്ചേരാൻ കഴിയും. പക്ഷേ പണി പൂർത്തിയാകുന്നില്ല എന്നതാണ് പ്രശ്നം. അജി കുഞ്ഞുമോൻ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. 2 പ്രധാനപ്പെട്ട നാടുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഒരു പാലമാണ് എനിക്ക് പിന്നിൽ പ്രേക്ഷകർ കാണുന്നത്. ഒരു നാടിന്റെ വികസനത്തിന്റെ ആണിക്കല്ലാണ് റോഡുകളും പാലങ്ങളും. ഈ നാട്ടിലെ ഭരണാധികാരികൾ, സർക്കാർ ഈ നാട്ടിലെ ജനതയ്ക്ക് ഒരു വാക്ക് കൊടുത്തു. ഈ പഴയ പാലം പൊളിച്ച് പുതിയൊരു പാലം, അതായത് പഴയ പാലം പൊളിക്കുകയോ അല്ലെങ്കിൽ നിലനിർത്തിക്കൊണ്ടോ മറ്റൊരു പാലം പണിയുക എന്നുള്ളത്. സർക്കാർ വാക്ക് പാലിച്ചു, പുതിയൊരു പാലം പണിതു. പക്ഷെ ആ പാലം പണിതതിന്റെ പിന്നിലുള്ള കഥകൾ പ്രേക്ഷകർ ഇനി അറിയണം. കോവിഡ് കാലത്താണ് ഈ പാലത്തിൻ്റെ പണി തുടങ്ങിയത്. അതായത് 2021-2022 കാലം 5.5 വർഷമായിട്ട് ഇതിൻ്റെ പണി തീരെ പൂർത്തിയാക്കാൻ പറ്റില്ല. പല നിവേദനങ്ങളും പിന്നെ ബഹുജന പ്രക്ഷോഭങ്ങളൊക്കെ നടത്തിയിട്ടുണ്ട്. പക്ഷേ വേണ്ട രീതിയിൽ ഇതുവരെ നാളുകൾക്ക് ഉപകാരമില്ലാത്ത രീതിയിൽ 30 കോടിയോളം രൂപ മുടക്കിയിട്ട് അനാസ്ഥയായിട്ട് പാലത്തിൻ്റെ പണി കിടക്കുകയാണ്. ചുരുങ്ങിയ സമയം കൊണ്ട് ബാലുശ്ശേരി മുതൽ മെഡിക്കൽ കോളേജ് വരെ അരമണിക്കൂർ കൊണ്ട് യാത്ര ചെയ്തിട്ട് അല്ലെങ്കിൽ 25 കിലോമീറ്റർ കവർ ചെയ്യാൻ പറ്റിയ വികസനത്തിന് കുതിച്ചാട്ടം ഉണ്ടാക്കുന്ന ഒരു പദ്ധതിയും കൂടിയാണ്. അപ്പോൾ പിന്നെ റോഡ് പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്ന ആ റോഡും ജനങ്ങൾക്ക് വളരെയധികം ബുദ്ധിമുട്ടുണ്ടാക്കുന്നുണ്ട്. അപകടാവസ്ഥയിലായ ഈ പാലത്തിലൂടെയാണ് ഇരുചക്ര വാഹനങ്ങളടക്കം ദിനം പ്രതി പോയിക്കൊണ്ടിരിക്കുന്നത്. നീരൊഴുക്കുള്ള ഒരു പുഴയിൽ പാറകളും മണ്ണും കൊണ്ടിട്ട് പുഴയുടെ തന്നെ ഗതി മാറ്റിക്കൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് നടക്കുന്നത്. പുഴ നല്ലൊരു പുഴയൊരു കുടിവെള്ളം ഇവിടുന്നാണ് കുടിവെള്ളം പോയിട്ട് കോർപ്പറേഷനൊക്കെ പോയിട്ടുണ്ടായിരുന്നു. ഇപ്പം പുഴയുടെ സ്ഥിതി ഉണ്ട് നിങ്ങൾ ഈ അങ്ങനെ ആയത്. പക്ഷേ പണി ഇപ്പോൾ കുറേ നിർത്തിച്ചിട്ട് കുറേ കാലമായി. ഇതിലെ വന്നു കഴിഞ്ഞാൽ രോഗികൾ തിരക്കില്ലാതെ മെഡിക്കൽ കോളേജിലേക്ക് എത്തിപ്പെടാവുന്ന ഏറ്റവും എളുപ്പമുള്ള ഒരു വഴിയാണ് ഈ പാലം തുറന്നു കഴിഞ്ഞാൽ. നാട്ടുകാർക്കും പിന്നെ ധാരാളമായിട്ട് കുട്ടികൾ പോണ യാത്രക്കാർ ഇഷ്ടമായിട്ടുള്ള വഴിയാണ്. ഇവിടെ വന്ന് ബസ് വളയ്ക്കലാണ്. ഈ പാലം ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ ആ ബസ്സിന് തുടർന്ന് പോകാൻ പറ്റും. പതിനെട്ട് മാസം കൊണ്ട് പണി തീർക്കുമെന്നായിരുന്നു നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അത് പല കാരണങ്ങൾ പറഞ്ഞുകൊണ്ടും ബ്ലോക്കായി കിടക്കുകയാണ്. ഇപ്പോൾ 2 അറ്റവും മുട്ടിയിട്ടില്ല, അങ്ങനെ നിൽക്കുന്നു. പിന്നെ അപ്രോച്ച് റോഡിൻ്റെ കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ടെന്നാണ് പറയുന്നത്. ബാക്കിയുള്ള കാര്യങ്ങൾ എന്താണെന്നുള്ളത് അറിയില്ല. അപ്പം പുതിയ പഞ്ചായത്തൊക്കെ പുതിയത് മാറി വന്നിരിക്കുന്നു. അപ്പോൾ അവർ പറയുന്നത് ആദ്യത്തെ അജണ്ട ഇതാണ്, ഇത് പെട്ടെന്ന് കാലം റെഡിയാവുമെന്നാണ് പറയുന്നത്. ബാലുശ്ശേരി ടു മെഡിക്കൽ കോളേജാണ് വരുന്നത് റോഡ്. തുടങ്ങിയത് കോവിഡ് കാലത്താണ്. കോവിഡ് കാലത്ത് അന്ന് ഉദ്ഘാടനം ചെയ്യുന്ന ആൾ ഈ പണി ഉദ്ഘാടനം ചെയ്യാൻ വന്ന മന്ത്രി പറഞ്ഞത് 18 മാസം കൊണ്ട് പണി പൂർത്തിയാക്കി തരുമെന്നാണ് പറഞ്ഞത്. അത് കഴിഞ്ഞിപ്പോൾ ഒരു 5 കൊല്ലത്തിനൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അതിൻ്റെ അടുത്ത് സമരവും കാര്യങ്ങളൊക്കെ പലതും പോയിട്ടുണ്ട് ഇവിടുന്ന്. പിന്നെ സ്ഥലം എടുക്കുന്ന എന്തോ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു ഇവിടെ. അത് ഒന്നും തീരുമാനമൊന്നും ആയിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഒന്നും പറയാനും പറ്റില്ല. ഏതായാലും ഇത് ഒരു നല്ല കാര്യമാണ് വന്നിട്ടാണെങ്കിൽ.
ഈ പാലം പണി പൂർത്തീകരണം കഴിഞ്ഞാൽ മെഡിക്കൽ കോളേജിലേക്കടക്കം വളരെ അനായാസം എത്താൻ കഴിയും. പക്ഷേ പാലത്തിൻ്റെ പണി എന്ന് തീരും? ഈ ചോദ്യം എൻ്റെ മാത്രമല്ല കേട്ടോ, നാട്ടുകാരുടെ ചോദ്യം കൂടിയാണ്. അനൂപിനൊപ്പം അജി കുഞ്ഞുമോൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. യെസ്, അടുത്തൊരു 5 വർഷം കൊണ്ടെങ്കിലും ഈ പാലം പൂർത്തിയാകുമോ എന്നാണ് ഹസീന ഷാജി ചോദിക്കുന്നത്. ജനങ്ങൾക്ക് ഉപകാരമുള്ള ഒരു പ്രസ്ഥാനം ഒരിക്കലും ഇത്രയും പെട്ടെന്ന് പണി തീരുകയില്ല, പണി തീർക്കുകയില്ല എന്നൊക്കെ മാറ്റി പറയുന്നുണ്ട് എബ്രഹാം തോമസ്. അങ്ങനെ ഒരുപാട് വിമർശനങ്ങളും പരിഹാസങ്ങളും ഒക്കെ നമ്മുടെ പ്രേക്ഷകർ തന്നെ നൽകുന്നുണ്ട്. ഇത്തരത്തിൽ ഒന്നല്ല, ഒരുപാട് പാലങ്ങൾ നാട്ടിലുണ്ട് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെ തന്നെ ഇതിൽ നിറയുന്നുണ്ട്. ഇതിപ്പോൾ ഒരു പണി അത് തീർക്കാനുള്ള ഒരു താമസം, അല്ലെങ്കിൽ അതിൽ കൃത്യമായ അധികൃതരുടെ ഇടപെടൽ ഉണ്ടാകാത്തൊരു പ്രശ്നമാണ്. ഇനിയിപ്പോൾ സൗകര്യമുണ്ടായിട്ടും അത് കൃത്യമായി ഉപയോഗപ്പെടുത്താത്ത സ്ഥിതിയും നമ്മുടെ നാട്ടിൽ വിരളമല്ല. അതിന് ഒരുപാട് സംഭവങ്ങളുണ്ട്, ഒരുപാട് സ്ഥലങ്ങളുണ്ട്. അത്തരത്തിലൊരു റിപ്പോർട്ടിലേക്കാണ് നമ്മൾ ഇനി കടക്കുന്നത്. കണ്ണൂരിലേക്കാണ് യാത്ര. കണ്ണൂർ മട്ടന്നൂർ പോലീസ് സ്റ്റേഷൻ വളപ്പിലെ പോലീസ് ക്വാർട്ടേഴ്സിലാണ് കാട് കയറി നശിച്ചു പോകുന്നത്. പല കെട്ടിടങ്ങളും ജീർണിച്ച് നിലം പൊത്താറായ അവസ്ഥയിലുമാണ്. 24 കുടുംബങ്ങൾക്ക് താമസിക്കാൻ സൗകര്യമുള്ള കെട്ടിടങ്ങളാണ് വർഷങ്ങളായി ഒരു പരിപാലനവും ഇല്ലാതെ നശിച്ചു പോകുന്നത്. കണ്ണൂരിൽ നിന്ന് ഗോകുൽ കെ വേണുഗോപാൽ തയ്യാറാക്കിയ വിശദമായ റിപ്പോർട്ട് കാണാം. കാട് കയറിയ ക്വാർട്ടേഴ്സുകൾ. മട്ടന്നൂർ നഗരത്തിലെ ഏറ്റവും വാണിജ്യ മൂല്യമേറിയ സ്ഥലത്താണ് കെട്ടിടങ്ങൾ ഉപയോഗശൂന്യമായി കിടക്കുന്നത്. ഉപയോഗശൂന്യമെന്ന് പറഞ്ഞാൽ അറ്റകുറ്റപ്പണികൾ നടത്താതെയും നവീകരണ പ്രവൃത്തികൾ നടത്താതെയും അങ്ങനെ ആക്കിയതാണ്. ഇപ്പോൾ ആ പ്രദേശം മുഴുവൻ കാടുകയറി. പോലീസ് ഹൗസിംഗ് കോപ്പറേറ്റീവ് സൊസൈറ്റിയാണ് 2003 പോലീസുകാർക്ക് താമസിക്കാനായി ക്വാർട്ടേഴ്സുകൾ നിർമ്മിച്ചത്. ഉദ്ഘാടനം കഴിഞ്ഞ് 1 വർഷത്തിനുള്ളിൽ കെട്ടിടം ചോർന്നൊലിക്കാൻ തുടങ്ങി. സഹകരണ സംഘം തന്നെയാണ് അറ്റകുറ്റപ്പണികൾ നടത്തേണ്ടത്. അധികൃതർക്ക് പലതവണ പരാതി നൽകിയിട്ടും നടപടി ഉണ്ടായില്ല. 2 കെട്ടിടങ്ങൾ മാത്രമാണ് ഇപ്പോൾ ആൾതാമസമുള്ളത്. പോലീസ് കസ്റ്റഡിയിലെടുത്ത വാഹനങ്ങൾ സൂക്ഷിക്കുന്ന സ്ഥലവും കാടുകയറിയ നിലയിലാണ്. വാഹനങ്ങൾ തുരുമ്പെടുത്ത് നശിച്ചു തുടങ്ങി. ഇത്രയും നല്ല കെട്ടിടങ്ങൾ ഉണ്ടായിട്ടും അത് ചോർന്നൊലിക്കുന്നു. ചോർന്നൊലിക്കുന്ന കെട്ടിടങ്ങൾ അത് റിപ്പയർ ചെയ്യുന്നതിനും അല്ലെങ്കിൽ അത് ഉപയോഗപ്പെടുത്തുന്നതിനും ആവശ്യമായ നടപടികൾ സ്വീകരിക്കാറുണ്ട്. ഞങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് ആഭ്യന്തര വകുപ്പിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായ വീഴ്ചയാണ്. മുമ്പ് ഒട്ടേറെ കായിക മത്സരങ്ങളും മറ്റും നടത്തിയിരുന്ന മൈതാനത്താണ് കെട്ടിടങ്ങൾ പണിതത്. പോലീസ് സ്റ്റേഷന് പുതിയ കെട്ടിടം നിർമ്മിച്ചിട്ട് 2 വർഷമായി. പക്ഷേ ക്വാർട്ടേഴ്സുകൾ പുതുക്കി പണിതില്ല. ക്വാർട്ടേഴ്സുകൾക്ക് സമീപത്തുള്ള സ്ഥലത്താണ് നഗരസഭ മുൻകൈയെടുത്ത് ബൈപ്പാസ് നിർമ്മിച്ചിട്ടുള്ളത്. ഇത് ഹരിത ഇടനാഴിയായി മാറ്റുന്നതിനുള്ള പ്രവൃത്തി പുരോഗമിക്കുകയാണ്. ഇതിനു സമീപത്താണ് കാടുകയറിയ ക്വാർട്ടേഴ്സുകളുള്ളത്. നഗരമധ്യത്തിൽ ഇത്തരമൊരു കെട്ടിടമോ അതിനു ചുറ്റുമുള്ള ഈ അന്തരീക്ഷമോ ഇവിടുത്തെ ജനങ്ങൾ ഒട്ടും ആഗ്രഹിക്കുന്നില്ല. അതിനാൽ കെട്ടിടങ്ങൾ പൊളിച്ചു മാറ്റുകയോ നവീകരണ പ്രവൃത്തി നടത്തുകയോ ചെയ്യണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഉപയോഗശൂന്യമായ വാഹനങ്ങളും ഇവിടെ നിന്ന് മാറ്റണമെന്ന് നാട്ടുകാർ ആവശ്യപ്പെടുന്നു. പൊതുജനം കഴുതയല്ല സാർ. നേരത്തെ പറഞ്ഞതുപോലെ പലയിടത്തെയും വലിയ പ്രശ്നം നാളുകളായി അല്ലെങ്കിൽ വർഷങ്ങളായി ഒരു മാറ്റവും ഇല്ലാതെ കിടക്കുന്ന റോഡുകളുടെ ശോചനീയാവസ്ഥയാണ്. അത്തരത്തിലൊരു റോഡുണ്ട്. ആ റോഡിലേക്കാണ്, അതിന്റെ കഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. നാട്ടിലെ റോഡുകളെല്ലാം വീതി കൂട്ടി ആധുനിക രീതിയിൽ ടാറിംഗ് പ്രവൃത്തികൾ പൂർത്തീകരിക്കുമ്പോഴാണ് കോഴിക്കോട്ടെ തെങ്ങിലക്കടവ് മുതൽ മാവൂർ വരെയുള്ള റോഡ് 6 പതിറ്റാണ്ടായും ഒരേ അവസ്ഥയിൽ പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്നത്. ആ റോഡിൽ കുഴികളടക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും നടക്കാറില്ല എന്ന് നാട്ടുകാർ പറയുന്നു. അതിനാൽ റോഡിൽ വാഹനാപകടങ്ങളും നിത്യസംഭവമാണ്. എന്തുകൊണ്ടാണ് ഇത്തരത്തിൽ റോഡിന് ഈ ഒരു അവസ്ഥ എന്ന് നാട്ടുകാർ പരസ്പരം ചോദിക്കുന്ന സ്ഥിതിയുമാണ്. ഗ്രാസിം ഫാക്ടറിയുടെ ആരംഭകാലത്താണ് തെങ്ങിലക്കടവിൽ ചെറുപുഴയ്ക്ക് കുറുകെ പാലം നിർമ്മിച്ച് മാവൂരിലേക്കുള്ള റോഡ് നിർമ്മാണം പൂർത്തിയാക്കിയത്. ഇപ്പോൾ 60 വർഷത്തിലധികം പിന്നിടുമ്പോഴും ആ റോഡിൽ യാതൊരു നവീകരണ പ്രവർത്തികളും നടന്നിട്ടില്ല. കോഴിക്കോട് മുതൽ തെങ്ങിലക്കടവ് പാലം വരെയുള്ള ഭാഗങ്ങൾ കാലാകാലങ്ങളിൽ ആധുനിക രീതിയിൽ ടാറിംഗ് പ്രവൃത്തി പൂർത്തിയാക്കി നവീകരിക്കാറുണ്ട്. എന്നാൽ അവിടെ നിന്നും മാവൂർ വരെയുള്ള 4 കിലോമീറ്റർ ഭാഗത്തേക്ക് ഇതുവരെ ഒരു നവീകരണ പ്രവൃത്തി പോലും നടന്നിട്ടില്ല. വാഹനത്തിരക്കേറിയെങ്കിലും നിർമ്മിച്ച കാലത്തുള്ള അതേ വീതിയാണ് റോഡിനിപ്പോഴും. പൊട്ടിപ്പൊളിഞ്ഞു കിടക്കുന്ന റോഡ് ഓട്ടയടയ്ക്കുന്ന പ്രവൃത്തിയല്ലാതെ മറ്റൊന്നും ഇവിടെ നടക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ ആരോപണം. ചുവപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ തെങ്ങക്കടവ് കഴിഞ്ഞാൽ പിന്നെ മാവൂര് കഴിഞ്ഞ് ഊട്ടി റോഡാണത്. അപ്പോൾ അതുവരെ അശാസ്ത്രീയമായിട്ട് റോഡ് പണി വർക്ക് നടന്ന് അത് ഫുള്ളായിട്ട് നല്ല വർക്ക് നടന്നിട്ടില്ല.
പാച്ച് വർക്ക് നടന്നതൊക്കെ ഒരു വിധം അശാസ്ത്രീയമായിട്ടാണ്. അതുകൊണ്ട് പോകുന്ന രോഗികൾക്കോ അല്ലെങ്കിൽ ടൂ വീലർക്ക് പോകുന്നവർക്കോ ബുദ്ധിമുട്ടാണ് യാത്ര ചെയ്യാനും പോകാനൊക്കെ. ഈ റോഡ് പറ്റ മോശമാണ്. 66 വർഷത്തായി നന്നാക്കിയിട്ട് അതിന് പണി പൂർത്തിയാക്കിയിട്ട്. റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങളും ഓട്ടോറിക്ഷ ഉൾപ്പെടെയുള്ള ചെറുവാഹനങ്ങളും കടന്നു പോകുമ്പോൾ നിത്യവും അപകടങ്ങൾ പതിവാണ്. ഈ റോഡിന്റെ പ്രധാന പ്രതിസന്ധി എന്ന് പറഞ്ഞാൽ 60 കൊല്ലത്തിന് മേലായി ഇതിനൊരു പുനർനിർമ്മാണം നടത്തി. ഇപ്പോൾ എല്ലാ വർഷവും വരും ഇവരിങ്ങനെ പീസിട്ട് അടച്ചടച്ച് വിട്ട് ടൂ വീലർ പോലത്തെ പോയാൽ അപകടം പറ്റുന്ന ഒരു അവസ്ഥയാണ്. ദീർഘദൂരമായ ഒരു പാതയാണ്. കോഴിക്കോട് ടു ഊട്ടിയിലേക്ക് വരെ പോണ റോഡ്, തെങ്ങലുകൾ ടു മാവൂര് വരെ ഈ റോഡ് ഇങ്ങനെ പേച്ചടച്ച് ഇങ്ങനെ കൂടെ തന്നെയാണ്. അതുകൊണ്ട് മറ്റുള്ള വാഹനങ്ങൾ, ചെറിയ വാഹനങ്ങളൊക്കെ അപകടപ്പെടുന്ന സ്ഥിരം സ്ഥിതിയാണ് ഇവിടെ. പിന്നെ ഒരു രോഗിന് അനുബന്ധമായിട്ട് ഒന്നും കൊണ്ടുപോകാൻ പറ്റാത്തൊരു വീതിയും ഇല്ല. പിന്നെ ഉള്ളതാണ് മുഴുവൻ കട്ടറുമാണ്. അതിപ്പോ ഞങ്ങൾ പറഞ്ഞതിന് കൂടെ ഇത് വേണ്ടപ്പെട്ടോൽ ഈ മാവൂരിട്ടു തെങ്ങൽക്കട വരെ സഞ്ചരിച്ചാൽ തന്നെ അതിന്റെ പൂർണ്ണ വിവരം അറിയാൻ കഴിയുള്ളൂ. അത്രയും ശോചനീയാവസ്ഥയാണ് ഈ റോഡ്. കോഴിക്കോട് നിന്നും ഊട്ടിയിലേക്കുള്ള ഹ്രസ്വദൂര പാതയായാണ് കോഴിക്കോട് മാവൂർ റോഡിനെ കണക്കാക്കുന്നത്. എന്നാൽ പേരിൽ മാത്രമാണ് ഇപ്പോൾ ഈ പദവി ഉള്ളത്. തെങ്ങൽക്കടവ് മുതൽ മാവൂര് വരെ റോഡിന്റെ ഒരു വർക്കൊന്നും നടന്നിട്ടില്ല. കൂടുതൽ ബുദ്ധിമുട്ടാവുന്ന രീതിയിലുള്ള വർക്കുകളാണ് അവരെടുത്തത്. ചെറിയ വാഹനങ്ങൾക്കൊക്കെ വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന രൂപത്തിലുള്ള വർക്കുകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. പാതി റോഡ് കംപ്ലീറ്റ് ചെയ്യാതെ ചില ഭാഗത്ത് കട്ടിങ്ങുകളായിട്ട് വളരെയേറെ ചെറിയ വാഹനങ്ങൾക്ക് 3 വീലർ അതോടൊപ്പം തന്നെ 2 വീലറിന് ബുദ്ധിമുട്ടുള്ള രൂപത്തിലുള്ള വീലിങ്ങനെ മറിഞ്ഞിട്ട് നിരവധി വാഹനങ്ങൾ സൈഡിലൊക്കെ മറിഞ്ഞതായിട്ടും ഇത് ചെയ്തതിന് ശേഷം മാറി മാറി വരുന്ന സർക്കാരുകളോട് നിരവധി തവണ റോഡിന്റെ നവീകരണം ആവശ്യപ്പെടാറുണ്ടെങ്കിലും ആരും കണ്ട ഭാവം നടിക്കാറില്ലെന്നാണ് നാട്ടുകാരുടെ പരാതി. മലപ്പുറം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്നും കോഴിക്കോട് ജില്ലയുടെ കിഴക്കൻ മേഖലകളിൽ നിന്നും എളുപ്പത്തിൽ മെഡിക്കൽ കോളേജിലെത്തുന്നതിനുള്ള മാർഗം കൂടിയാണ് മാവൂർ കോഴിക്കോട് റോഡ്. ആംബുലൻസ് ഉൾപ്പെടെയുള്ളവയ്ക്ക് വേഗത്തിൽ മെഡിക്കൽ കോളേജിൽ എത്തിച്ചേരണമെങ്കിൽ വലിയ പ്രതിസന്ധിയാണ് മാവൂർ മുതൽ തെങ്ങിലക്കടവ് വരെയുള്ള റോഡിൽ നേരിടുന്നത്. റോഡിലെ കുഴിയടച്ച് നാട്ടുകാരുടെ കണ്ണിൽ പൊടിയിടുന്ന പരിപാടി ഇനി നടക്കില്ല. തെങ്ങിലക്കടവ് പാലം മുതൽ മാവൂർ വരെയുള്ള റോഡിന്റെ വീതി കൂട്ടി നവീകരണ പ്രവൃത്തി ഉടൻ നടത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. വർഷാഗിരീഷ്, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. കണ്ടോ, 60 വർഷമായിട്ട് പാച്ച് വർക്ക് മാത്രം നടന്നു പോകുന്ന ഒരു റോഡാണ് നമ്മളിപ്പോൾ കണ്ടത്. അങ്ങനെ ഒരുപാടിടങ്ങളിൽ ഇത്തരം കാര്യങ്ങൾ മാത്രം ചെയ്ത് തള്ളി നീക്കുന്നുണ്ട് കാര്യങ്ങൾ എന്നുള്ളതാണ് വസ്തുത. ഒരുപാട് പ്രേക്ഷകർ അവരുടെ നാട്ടിലേക്ക് വിഷയങ്ങൾ രേഖപ്പെടുത്തുന്നുണ്ട് നമ്മുടെ കമന്റ് ബോക്സിൽ. അതിൽ ഒരു കമന്റ് ഇങ്ങനെ കണ്ടു: എങ്ങനെയാണ് 24 ചാനലിന്റെ ശ്രദ്ധയിൽ കാര്യങ്ങൾ അറിയിക്കേണ്ടത്, വാർത്തകൾ അറിയിക്കേണ്ടതെന്ന് ചോദിക്കുന്നു സമദ് അബ്ദുൾ. അതിന് ഒരു പൊതുജനം കഴുതയിലെ സാറിന് പരിപാടിക്ക് മാത്രമായി ഒരു കോൺടാക്ട് നമ്പർ ഉണ്ട്, അതിലേക്ക് വാട്സാപ്പ് നമ്പർ ഉണ്ട്. ആ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വിഷയങ്ങൾ എന്താണ്, പ്രശ്നങ്ങൾ എന്താണെന്ന് അറിയിക്കുക. ഇപ്പോൾ സ്ക്രീനിൽ കാണുന്ന ഈ വാട്സാപ്പ് നമ്പറിലേക്ക് അത്തരം വിശദാംശങ്ങൾ അറിയിക്കാവുന്നതാണ്. ഒപ്പം പൊതുജനം കഴുതയല്ല സർ എന്ന രീതിയിൽ ഒരു ജിമെയിൽ അക്കൗണ്ട് കൂടി ഉണ്ട്, അതിലേക്ക് ഇമെയിലായി നിങ്ങൾക്ക് വിഷയങ്ങൾ അറിയിക്കാം. അതോടൊപ്പം ഇനി അതല്ല നേരിട്ട് റിപ്പോർട്ടേഴ്സിനെ വിളിക്കണമെന്നാണെങ്കിൽ ജസ്റ്റ് ഗൂഗിളിൽ കോൺടാക്ട് 24 ന്യൂസ് എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഗൂഗിളിൽ ഈ പറയുന്ന 14 ജില്ലകളിലെയും നമ്മുടെ ബ്യൂറോ നമ്പർ നിങ്ങൾക്ക് ലഭിക്കും. അവരെ വിളിച്ച് കാര്യങ്ങൾ പറയാവുന്നതാണ്. മറ്റൊരു റിപ്പോർട്ടിലേക്കാണ്. കണ്ണൂരിന്റെ മലയോര മേഖലയെ വീണ്ടും ഭീതിയിലാഴ്ത്തി മുണ്ടറോട്ടുകൊല്ലി എന്ന ഒറ്റയാൻ ഇറങ്ങി. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി, കാനംവയൽ പ്രദേശങ്ങളിൽ കഴിഞ്ഞ 2 ആഴ്ചയായി തമ്പടിച്ചിരിക്കുന്ന കാട്ടാന വ്യാപകമായ കൃഷിനാശമാണ് ഉണ്ടാക്കുന്നത്. പകൽ സമയത്തും ആന ഇറങ്ങുന്നതോടെ ജീവൻ പണയം വെച്ചാണ് പ്രദേശവാസികൾ ഇപ്പോൾ കഴിയുന്നത്. ഒരു കാലത്ത് രാത്രിയിൽ മാത്രം ഭയം വിതച്ചിരുന്ന മുണ്ടറോട്ടുകൊല്ലി എന്ന ഒറ്റയാൻ ഇപ്പോൾ പട്ടാപ്പകലും ജനവാസ മേഖലയിൽ വിഹരിക്കുകയാണ്. ചെറുപുഴ പഞ്ചായത്തിലെ രാജഗിരി മുതൽ കാനംവയൽ വരെയുള്ള പ്രദേശങ്ങളിൽ കഴിഞ്ഞ 15 ദിവസമായി ഈ കാട്ടാനയുണ്ട്. കൃഷിയിടങ്ങൾ നശിപ്പിക്കുന്നതിനൊപ്പം റോഡിലേക്ക് മരങ്ങൾ കുത്തിമറിച്ചിട്ട് ഗതാഗതം തടസ്സപ്പെടുത്തുന്നതും ഇപ്പോൾ സ്ഥിരമാണ്. വാഴ, കപ്പ, കൊക്കോ, കശുവണ്ടി തുടങ്ങിയ വിളകളെല്ലാം ആന നശിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായതോടെ വിളവെടുപ്പ് പോലും നടത്താനാകാതെ പ്രതിസന്ധിയിലാണ് കർഷകർ. തൊഴിലാളികളും ഇപ്പോൾ തോട്ടങ്ങളിലേക്ക് ഇറങ്ങാൻ ഭയപ്പെടുകയാണ്. ഈ കൊക്കോ വിളവെടുക്കാൻ പാകമായി. പക്ഷേ നമുക്ക് ആ കാട്ടാന ശല്യം കാരണം, അതായത് രാത്രിക്ക് മാത്രം വന്നുകൊണ്ടിരുന്ന കാട്ടാന ഇപ്പോൾ ചില സമയത്ത് പകൽ സമയത്ത് പോലും ഈ പുഴയുടെ വളരെ അടുത്ത് തന്നെ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് ശരിക്കും ആണെങ്കിൽ നമ്മുടെ ജീവനിൽ കൊതിയായിട്ട് നമുക്കിപ്പം ഈ പറയുന്നത് വിളവെടുക്കാൻ പറ്റുന്നില്ല. ഇതേപോലെ തന്നെ മുകളിൽ കശുവണ്ടിയുണ്ട്. കശുവണ്ടിക്ക് പ്രദേശം നല്ല വിലയുണ്ട്. പക്ഷേ ഇത് ചൂടിക്കിടന്ന് പോകുന്നല്ലാതെ നമുക്കിത് പെറുക്കാൻ പറ്റുന്നില്ല. ഇത് പെറുക്കണം എന്നുണ്ടെങ്കിൽ
നമുക്ക് ആനശല്യമില്ലാതെ നമുക്ക് ജീവിക്കാനുള്ള, അതായത് ആനയെ ഇവിടെ നിന്ന് ഓടിക്കാനുള്ള സംവിധാനം സർക്കാർ സംവിധാനങ്ങൾ ചെയ്തെന്നാൽ മാത്രമേ ഇവിടെ നമുക്ക് വെള്ളമെടുക്കാൻ പറ്റുള്ളൂ. കാര്യങ്കോട് പുഴ കടന്നാണ് ഒറ്റയാൻ ജനവാസ മേഖലയിലേക്ക് എത്തുന്നത്. ഈ പുഴയോരത്തെ റോഡിൽ നിന്ന് വെറും 100 മീറ്റർ മാത്രം അകലെ വെച്ചാണ് 2 വർഷം മുമ്പ് ഒരു യുവാവിനെ ഈ കാട്ടാന ചവിട്ടിക്കൊന്നത്. അതുകൊണ്ട് തന്നെ ഏത് നിമിഷവും മറ്റൊരു ദുരന്തം ഉണ്ടാകാമെന്ന ഭീതിയിലാണ് നാട്ടുകാർ. ഇപ്പം ഒരാഴ്ചയായിട്ട് ഇപ്പം ആന സ്ഥിരം കയറിക്കൊണ്ടിരിക്കുക. അങ്ങനെ കാണുന്നതെല്ലാം നശിപ്പിച്ച് പോവുക. ഇതിനൊരു പരിഹാരം നിലവിൽ ഉണ്ടാക്കി തരേണ്ടതാണ് ഗവൺമെൻറ്. ആനേനെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു പോയാൽ എല്ലാം അന്നേരത്തെ കൂടടക്കം കൊണ്ടുവരും. ആർക്കും ഒന്നും ചെയ്യാനുമില്ല, പറയാനുമില്ല, പ്രതിവിധി ഇല്ല. താനും 10-60 കൊല്ലമായിട്ട് വരാത്തടത്താണ് ഇപ്പോൾ ആന വന്നേക്കുന്നത്. എല്ലാത്തിനും കരവും കെട്ടി എല്ലാം കിടക്കുന്നത്. എല്ലാം സ്വന്തം വന്ന് പറയുകയും ചെയ്യും. കാട്ടിൽ ആന വന്ന് നശിപ്പിച്ച് തീർക്കുക. നമുക്ക് അതുകൊണ്ട് ഒരു കാര്യമില്ല. ഗവൺമെൻറ്റിന് കൊടുക്കാനുള്ള ഗവൺമെൻറ്റിന് കൊടുക്കണം. നമ്മളെ ഇത് കാട്ടിയത്ത് കിടത്തുകയില്ല. കാട്ടാന ഭീതിക്ക് പുറമെ യാത്രാക്ലേശവും രാജഗിരി നിവാസികളെ വലയ്ക്കുന്നുണ്ട്. തേജസ്വിനി പുഴയ്ക്കും കർണാടക വനത്തിനും ഇടയിൽ താമസിക്കുന്ന രാജഗിരി ഇടക്കോളനി നിവാസികളുടെ ഏക യാത്രാമാർഗമായ മുളപ്പാലം ഇപ്പോൾ തകർച്ചയുടെ വക്കിലാണ്. ഇവിടെ ഒരു കോൺക്രീറ്റ് നടപ്പാലം വേണമെന്ന ആവശ്യത്തിന് പതിറ്റാണ്ടുകളുടെ പഴക്കമുണ്ട്. പാലം അറ്റകുറ്റപ്പണി നടത്താനുള്ള മുളകൾ ശേഖരിക്കുന്നതിന് കർണാടക വനം വകുപ്പ് നിയന്ത്രണം ഏർപ്പെടുത്തിയതോടെ ആ വഴിയും അടഞ്ഞു. വന്യമൃഗശല്യത്തിനും യാത്രാ ദുരിതത്തിനും ശാശ്വത പരിഹാരം വേണമെന്നാണ് മലയോര ജനതയുടെ ആവശ്യം. 24 കണ്ണൂർ. പൊതുജനം കഴുതയല്ല സാർ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.